ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് എവിടെ വെച്ചാണ് ഈ ഭാഷ പല ഭാഷകൾ ഉണ്ടായതെന്നും അതെങ്ങനെയാണ് സംഭവിച്ചതെന്നും നമുക്ക് ഇന്ന് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവേൻ എന്നവരോട് കൽപ്പിച്ചു. ഇവിടെ ഈ വാക്യം കർത്താവ് അവരോട് പറയുന്നതാണ്. അവരെ ആദാമിനോടും ഹവ്വയോടും പറയുന്നതാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് അല്ലെങ്കിൽ സന്താനപുഷ്ടിയുള്ളവരെ ഭൂമിയിൽ നിറയുവൻ എന്നാണ് പറയുന്നത്. ഒരിടത്ത് താമസിക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ അവരെ ഏദോം തോട്ടത്തിലാക്കി, അത് കഴിഞ്ഞ് അവർ പുറത്താക്കിയപ്പെട്ടു. എന്നാൽ അവരായിരിക്കുന്ന സ്ഥാനത്ത് മാത്രം ജീവിക്കാനല്ല, ഈ ഭൂമി വലിയതാണ്. ആ ഭൂമിയിൽ നിറയുവാനാണ് ദൈവം അവരെ ആഗ്രഹിച്ചത്. എന്നാൽ അതിന് വിപരീതമായിട്ട് മനുഷ്യൻ പാപം കൊണ്ട് നിറഞ്ഞത് മുഖാന്തരമായിട്ട് പ്രളയത്താൽ അവരെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിൽ നോഹയും മക്കളും ശേം ഹാം യാഫാത്തും കുടുംബവും നോഹയും രക്ഷപ്പെട്ടു. അവരുടെ മക്കൾ ആയതിനു ശേഷം അവരുടെ ആഗ്രഹം അവരോടും ഭൂമിയിൽ നിറയേണ്ടത് ആവശ്യമാണ്, അതവർക്കറിയാം. എന്നാൽ അവരുടെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണാം. നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവരുടെ ആഗ്രഹം. എല്ലാവരും കൂടി ഒരിടത്ത് താമസിച്ച് ഒരേ ഭാഷ സംസാരിച്ച് അങ്ങനെ ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ താമസിച്ച് ഒരിടത്ത് താമസിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ സീനാർ ദേശത്ത് സമഭൂമിയിലെത്തിയപ്പോൾ അവിടെ വലിയ സമഭൂമി കണ്ടു. അപ്പോൾ അവർ പറയുകയാണ്, വരുവീൻ നാം ഇഷ്ടിക എടുത്ത് അറുത്ത ചുടുക. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശുമണ്ണ് കുമ്മായം ഉപയോഗിച്ചു. അങ്ങനെ ഒരു പട്ടണം പണിയുവാനും ആ പട്ടണത്തിൽ ഒരു ഗോപുരം പണിയുവാനും തുടങ്ങി. ആ ഗോപുരം അപ്പോൾ ഒരു വലിയ പട്ടണം, സമഭൂമിയാണ്, ആ വലിയ പട്ടണമാണ്. ആ പട്ടണത്തിൽ അവർ വലിയൊരു ഗോപുരം അങ്ങ് പണിയുകയാണ്. ദൈവം അവരോട് പറഞ്ഞ് ചിതറി ഭൂമി മുഴുവനും നിറയാനാണ്. എന്നാൽ അവരുടെ ആഗ്രഹം ഒരിടത്ത് തന്നെ താമസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവർ പണിതുകൊണ്ടിരിക്കുക. അവരുടെ ഗോപുരം അങ്ങ് പണിത് ഒത്തിരി ഹൈറ്റിലേക്ക് പോയി. അപ്പോൾ ഈ പട്ടണം കാണേണ്ടതിന് വേണ്ടി കർത്താവ് പ്രസൻ്റാണ്, ഒംനീഷ്യൻ്റാണ്. കർത്താവിനെല്ലാം അറിയാം, ദൈവത്തിനെല്ലാം അറിയാം. എന്നാൽ ഇത് കാണാൻ വേണ്ടി ദൈവം അവിടെ വരികയാണ്. അപ്പോൾ യഹോവ അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവരെ ഒന്നിച്ച് താമസിക്കുവാനായിട്ട് പോവുകയാണ്. ഇവരുടെ ഭാഷ ഒന്നാണ്. ഇങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല. അവരെ നമ്മ എന്തുദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചോ അത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. ഭാഷ കലക്കിക്കളഞ്ഞാൽ ഉള്ള എന്താണെന്നുള്ളത് കുഞ്ഞുങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. മലയാളം മാത്രം അറിയാവുന്ന കുറേ പേര് ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന കുറേ പേര് ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ, വേറെ ഒരു ലാംഗ്വേജും അറിയത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഈ ഇംഗ്ലീഷ് അങ്ങ് കലക്കിയിട്ട് ഈ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നവർ ഫ്രഞ്ചും മലയാളവും ഹിന്ദിയും പിന്നെ അറബിയും ഇങ്ങനെയുള്ള ഭാഷകൾ അങ്ങ് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു പട്ടണം പണിയുമ്പോൾ ഇഷ്ടിക കൊണ്ടുവരാനായിട്ട് ഒരാൾ പറയുമ്പോൾ മറ്റേ ഭാഷ അറിയുന്നവർക്ക് അത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ഭാഷ എല്ലാവർക്കും അറിയാമെങ്കിലാണല്ലോ അത് ഇഷ്ടിക തന്നെ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ ഇഷ്ടിക കൊണ്ടുവരുന്നതിന് പകരം അവർ കല്ല് കൊണ്ടുവരും. അപ്പോൾ അതിന് പകരം സിമൻറ്റ് കൊണ്ടുവരും. അങ്ങനെ അവിടെ വളരെ പ്രയാസങ്ങളുണ്ടാക്കി. സർവ്വഭൂമിയിലെ ഭാഷ
അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന പേരായി. യഹോവ അപ്പോൾ അതിന് ശേഷം പല ഭാഷ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ കൂടിയിരുന്ന ഒറ്റ ഗോപുരത്തിൽ താമസിക്കുവാനായിട്ടാണ് ഗോപുരം പണിതവരെല്ലാവരും അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും അവരവരുടെ ഭാഷക്കാരായിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് അവർ ഭൂലോകത്തിലെങ്ങും ചിന്നിച്ചിതറിപ്പോയി. അങ്ങനെ ബാബേലിൽ വെച്ച് ഭാഷ അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് ഭാഷ കലക്കി. സീനാർ ദേശത്ത് ഒരാ സമഭൂമിയിലാണ് അവിടെ വെച്ച് ഭാഷ കലക്കിയതുകൊണ്ട് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരായി. നമുക്ക് ഇന്നത്തെ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നു, കരുതുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിനക്കായിട്ട് ജീവിപ്പാൻ, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിന് ഹിതമായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. May God bless you all. Bye.